Hello friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. പെരി പെരി ചിക്കൻ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒരു സ്പെഷ്യൽ മാരിനേഷൻ ആണ് ഇതിന് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പറിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചുവന്ന മുളക് വേണം. 4-5 ചുവന്ന മുളക് എടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 കറുവപ്പട്ടയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയോ അല്ലെങ്കിൽ പാഴ്സ്ലി ഇലയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുരുമുളക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഒരഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക എന്ന് പറയുന്നത് റെഡ് കളറിലെ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ച് വരുന്നതാണ്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് സ്മോക്ഡ് പാപ്രിക്ക ആണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. നല്ലൊരു പുളിയും ഉണ്ടാവും. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1-2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. അധികം എരിവില്ലാത്ത മുളക് പൊടി ചേർക്കാൻ പറഞ്ഞതിന് കാരണം ഓൾറെഡി ഇതിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്തതാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ബാർബിക്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കണം. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ നടുവിലായിട്ടൊരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ചാർക്കോൾ പീസ് വെച്ച് കൊടുക്കണം. കത്തിച്ച് വെച്ചിരിക്കുന്ന ചാർക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇങ്ങനെ കവർ ചെയ്ത് 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് സമയമായിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 1-2 മണിക്കൂർ മാറ്റി വയ്ക്കണം. മാക്സിമം 1 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ പാനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ അതിൽ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓരോ പീസും വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം മാത്രം മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ അതിലേക്ക് ഇട്ട ഉടനെ തന്നെ അതിനെ തിരിച്ചു മറിച്ചു വിടാനായിട്ട് ശ്രമിക്കരുത്. ഒരുവിധം കുക്കായതിനു ശേഷം മാത്രമേ തിരിച്ചിടാവുള്ളൂ. നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഇതിന് മുകളിലായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും കുക്ക് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടാണ് ചിക്കൻ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞാനിപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് പീസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ വേകാതെ വരും. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.